അപ്പൊ നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ സ്ത്രീകൾക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശം നടത്തി എല്ലാവരും വാർത്തകളിലാണ് ഉണ്ടായിരിക്കും. അപ്പോ പുള്ളിക്കാരൻ ഏതാണ്ട് ഒരു പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ എന്തോ സമ്മേളനത്തിലോ അപ്പൊ ഓബിയസ്ലി അവരെ സൂചിപ്പിക്കണല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു നടത്തിയൊരു പ്രസംഗത്തിന്റെ ഇടയിലാണ് ഇത് ഉണ്ടായത്. അപ്പോ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള BJP-യും CPI-യും ഒക്കെ നല്ല രീതിക്ക് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, ഓൺലൈനിലായാലും തെരുവിലാണെങ്കിലും. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ മാധു അതിനെതിരെ പറയുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കിയേ. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ സാറേ വണ്ടിക്കൂലിക്ക് കാശില്ല, ഒശാരം വേണമെന്ന്? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ? നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരോട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങളെ ജയിപ്പിക്കണമെന്ന്? എന്നിട്ട് ആ വോട്ടും വാങ്ങി പോക്കറ്റിലിട്ട് തിരഞ്ഞെടുപ്പും ജയിച്ച് മന്ത്രിക്കസേരയും കിട്ടിക്കഴിഞ്ഞപ്പോ അവർ നിങ്ങൾക്ക് അഭിനയക്കാർ, ദാരിദ്ര്യം അഭിനയിക്കുന്നവർ. സർ, KSRTC-യിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പണം നൽകേണ്ടതില്ല എന്ന തീരുമാനം നിങ്ങളുടേതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണമെന്നത് അവരുടെ തീരുമാനമാണ്. അവർ എവിടെ ചികിത്സ തേടണമെന്നത് അവരുടെ തീരുമാനമാണ്. അവരാണു നിങ്ങൾക്ക് മാർക്കിട്ടത്. അവർക്ക് മാർക്കിടാൻ നിങ്ങൾ ആരാണ് സർ? വലത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്കിടാൻ നിന്നു തരുന്നതല്ല കേരളത്തിന്റെ പെൺകരുത്ത്. അവരുടേത് അഭിനയമാണത്രേ. അങ്ങനെയാണെങ്കിൽ അഭിനയമായിരുന്നു സർ നിങ്ങളുടെ വെളുക്കച്ചിരികൾ, നിങ്ങളുടെ കൂടുതൽ ഇടതുകളി, ഒരു പരിധിവരെ നെഹ്റുവാകൽ. അല്ല, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയോട് എന്താണ് ദേഷ്യം? ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ പ്രിയദർശിനി, നാട്യങ്ങൾ മതിയാക്കൂ. അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ, അഭിനയിക്കാതിരിക്കൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാധുവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ അന്തം കൊങ്ങിയുടെ ഫിലിമിന്റെ അടിച്ചു പോയിണ്ടാവും. ഇതിനെ ന്യായീകരിക്കാൻ കുറെ ആൾക്കാർ വരും, പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതിനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ CP ജോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള ഗതാഗത മന്ത്രി മുമ്പ് CPIM-ൽ ഉണ്ടായിരുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അണ്ട് അവിടെ നിന്ന് നമ്മുടെ ഈ G സുധാകരന്റെയും അല്ലെങ്കിൽ ഈ പയ്യന്നൂരിലത്തെ കുഞ്ഞികൃഷ്ണന്റെ ഒക്കെ പോലെ തെറ്റിപ്പിരിഞ്ഞ് മറ്റു വേറെ സ്ഥാനമാനങ്ങളൊന്നും കിട്ടാണ്ടായിപ്പോ CPM-ആയിട്ട് അടിച്ചു പിരിഞ്ഞ് വേറൊരു പാർട്ടി തുടങ്ങി, ഒപ്പം UDF-ന്റെ കീഴിൽ നിന്നു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ CP ജോണൊക്കെ ഈ പ്രാവശ്യം ജയിക്കാൻ അല്ലെങ്കിൽ ആള് തെരഞ്ഞെടുപ്പിലേക്ക് ജയിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അപ്പൊ ഈ പ്രാവശ്യം ജയിക്കാൻ കാര്യം വെച്ചാൽ ഒബിയസ്ലി പറഞ്ഞ ഒരു പിണറായി വിരുദ്ധ തരംഗവും അല്ലെങ്കിൽ CPM വിരുദ്ധ തരംഗവും മാധ്യമങ്ങൾ സൃഷ്ടിച്ച ആ ഒരു തരംഗത്തിൽ ജനം വീണ് പോയിട്ട് ഓട്ടോമാറ്റിക്കലി ആര് നിന്നാലും എത്ര ലോ ക്വാളിറ്റി UDF-കാരൻ നിന്നാലും UDF പ്രവർത്തകൻ അല്ലെങ്കിൽ നിന്നാലും ജയിക്കാവുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. പിന്നെ ഒരു 10 വർഷത്തെ മടുപ്പുണ്ട് ജനങ്ങൾക്ക്, പറയാൻ മനസ്സിലായില്ലേ? പിന്നെ LDF സർക്കാരിന്റെ കയ്യിലിരിപ്പുണ്ട്, ഇല്ല എന്നല്ല, ഒരു 100% പെർഫെക്റ്റ് ഞാൻ പറയില്ലേ, പക്ഷെ അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ കഴിഞ്ഞ ദിവസം ഏതാണ്ട് പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ എന്തോ സമ്മേളനത്തിൽ എന്തിനോ ഈ CP ജോൺ പ്രസംഗിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോ ഈ ഇഷ്യൂ ഉണ്ടായത്. ആ വീഡിയോയിലാണ് അതിനുള്ള പ്രസ്താവന ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിയദർശിനി, അതായത് സൗജന്യ യാത്രയില് ഉള്ള KSRTC ബസ്സിൽ സ്ത്രീകൾ കുത്തികയറുന്നു. ഒപ്പം തന്നെ അവരുടെ കുട്ടികളെ പ്രൈവറ്റ് വിദ്യാലയങ്ങളിൽ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നു. അതേ സ്ത്രീകൾ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിലത്ത് കിടന്ന് ചികിത്സ തേടുന്നു. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം. അപ്പൊ അതിൽ പറഞ്ഞ ആൾ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ദാരിദ്ര്യം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ദാരിദ്ര്യ അവസ്ഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ കേരളത്തിലെ സ്ത്രീകളുടെ മനോഭാവം മനസ്സിലാവണില്ലാന്നും പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ സ്ത്രീകളുടെ പിശുക്കതരമാണ് പുള്ളിക്കാരെ ഉദ്ദേശം. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായ കാര്യം, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതിലെ പുള്ളിക്കാരൻ പറയുന്നത് ഈ പിള്ളേരുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സ്കൂളിൽ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നു, ഒപ്പം യാത്രയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചികിത്സയ്ക്ക് വേണ്ടിയും സർക്കാർ ആശുപത്രിയെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തെ ഈ സ്ത്രീകളെ സമീപിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ പ്രതിപക്ഷങ്ങളെ CPM ഒക്കെ പറയുന്നത് ഇതൊരു അധിക്ഷേപമാണ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പൊ മാധു തന്നെ പറഞ്ഞില്ലേ, അതായത് മാധു പറഞ്ഞത് കറക്റ്റ് പോയിന്റ്. അതായത് ഈ പ്രിയദർശിനി പോലത്തെ ഒരു സൗജന്യം ഒരു ആൾക്കാരും കേരളത്തിലെ ഒരു സ്ത്രീകളും പ്രതിഷേധം ചെയ്ത് ചോദിച്ചു വാങ്ങിയതല്ല. ഇപ്പോ തമിഴ്നാട് പോലത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. അപ്പൊ കേരളത്തിൽ അത് വേണമെന്ന് ഒരാളും UDF-നോടോ LDF-നോടോ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കെഞ്ചിയിട്ടോ അല്ലെങ്കിൽ സമരം ചെയ്ത് വാങ്ങിച്ചതല്ല. UDF-കാര് പിണറായിനെ തോൽപ്പിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകൾ ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ ഒരുപാട് പുറത്തിറക്കിയപ്പോ അതിന്റെ ഒപ്പം പുറത്തിറക്കിയ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര. അപ്പൊ അത് ഇവരുടെ വിജയത്തിന്, ഇത്രയും വലിയ വിജയത്തിന് ഒരു കുഞ്ഞു കിടക്കം വഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ സ്ത്രീ വോട്ടേഴ്സിന്റെ ഒരു വലിയ പിന്തുണ അതോടുകൂടി കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പോ എനിക്ക് പേഴ്സണലി ഈ CP ജോണിന്റെ ഒരു പരാമർശം അധിക്ഷേപം ഉയർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാലോ. അതിൽ ആളൊരു വസ്തുതയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാം, ഒരുപാട് സ്ത്രീകൾ ഈ പ്രിയദർശിനി വന്നപ്പോൾ ഈ പിഷ്കതരമുള്ള സ്ത്രീകള്, ചിലവര് മാത്രം, എല്ലാവരും പറയില്ല, അവർ ഈ പറഞ്ഞ പോലെ ഇവൻ സ്കൂട്ടറിൽ വരെ ജോലിക്ക് പോയിരുന്ന ആൾക്കാര് അത് മാറ്റി പ്രിയദർശിനിക്ക് വേണ്ടി കുത്തിയേറി പോണത് എനിക്കറിയാം പേഴ്സണലി, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ മറ്റേ CP ജോൺ പറഞ്ഞ കാര്യം
പ്രത്യക്ഷത്തിൽ അതിൽ അധിക്ഷേപമൊന്നും ഇല്ലെങ്കിലും പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞ സംഭവം സ്ത്രീകൾ എന്ന് പറയാ കരഞ്ഞ് കാല് പിടിച്ച് കെഞ്ചിയിട്ട് ഇവർ കൊടുത്തതല്ല. ഔദാര്യം പോലെ ഇവര് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളും ചോദിക്കണം. ഇപ്പൊ മാധു പറഞ്ഞ പോലെ ഒരു കേരളത്തിലെ സ്ത്രീകളും ചോദിക്കാണ്ട് ഇവർ അങ്ങോട്ട് കൊടുത്തതാ. അപ്പൊ അങ്ങനെ കൊടുത്ത കാര്യത്തില് പിന്നെ ഇങ്ങനെ പറയാനുള്ള ടോക്കിനുള്ള ഒരു അവകാശം ഈ ഗതാഗത മന്ത്രിക്ക് ആയാലും UDF സർക്കാരിനായാലും ഇല്ല. അവിടെയാണ് പ്രശ്നം. പറഞ്ഞു മനസ്സിലായി. അതായത് പുള്ളിക്കാരനിപ്പോ ഒരു കാഷ്വൽ ആയിട്ട് ഇങ്ങനത്തെ ഒരു സീനാരിയോ, അതായത് പുള്ളിക്കാരനൊരു മന്ത്രിയല്ല, ഇങ്ങനെ ഒരു പ്രിയദർശിനി എന്ന് പറഞ്ഞ സൗജന്യം കൊടുത്തിട്ടില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ജനങ്ങളോ സ്ത്രീകളോ ചോദിക്കാണ്ട് അങ്ങട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇമാതിരി ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് പ്രശ്നം. അതാണ് ട്രിഗർ ചെയ്യിക്കണേ സ്ത്രീകളെയൊക്കെ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം പറ്റിയത്. അത് CP ജോൺ ഒഴിവാക്കണമെന്ന്. പിന്നെ CP ജോണിനെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയനെ കടത്തി വെക്കും CP ജോണൊക്കെ. ഈ പൂക്കി സതീശന്റെ പോലത്തെ ഒരു അഭിനയം ഇങ്ങേർക്ക് വശം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്ര നാളത്തെ, അതായത് ഇപ്പോ അധികാരം കിട്ടിയിട്ട് 3-4 മാസമായില്ലേ, ഇത്ര നാളത്തെ CP ജോണിനെ എനിക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അഭിനയിക്കാൻ പറഞ്ഞ വ്യക്തിയല്ല പുള്ളിക്കാരന്റെ സ്റ്റാൻഡ്. പിന്നെ ആള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോ ഇന്ത്യയിൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി. ഇപ്പൊ കമ്മ്യൂണിസ്റ്റിന്റെ രീതികളാണുള്ളത് സ്ത്രീകളെ ഇങ്ങനെ പറയണത്. അതായത് സ്ത്രീകളെ പറഞ്ഞതല്ല കാര്യം. അതായത് ഇങ്ങനെ ഒരു സൗജന്യം അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് പിന്നെ ഈ മാതിരി ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ പ്രിയദർശിനെ പറ്റി എനിക്ക് പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് പുരുഷന്മാർ, അവർ ഈ പറഞ്ഞ പോലെ KSRTCനെ ആശ്രയിക്കുന്ന ആൾക്കാർ. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് വേറെ ബസ്സുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ ദൂരയാത്രയ്ക്കുള്ള ആൾക്കാരും, ദൂരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ദൂരമല്ല, ഇന്നർ ഡിസ്ട്രിക്റ്റിൽ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള യാത്രയുള്ള ബസ്സിന് പോണ പുരുഷന്മാർ പറയും. അതായത് ഈ പ്രിയദർശിനി ഉള്ള ബസ്സുകളിൽ KSRTC ബസ്സിൽ നിൽക്കാൻ വരെ സൗകര്യമില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ വരെ പറ്റണല്ലേ. പിന്നെ പൈസ കൊടുത്ത് പോകണ ഇവര് നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കാണ്ട് പോണ സ്ത്രീകൾ ഇരിക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ കുത്തിത്തിരക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ കോണ്ടാക്ട് വരും. അതായത് സ്ത്രീകള് ഫ്രണ്ടിൽ മാത്രമല്ല, അതായത് അവര് പുരുഷന്മാര് നിൽക്കുന്നിടത്തേക്കും വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് വരലും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എല്ലായിടത്തും കുത്തിത്തിരക്കാന്ന് പറഞ്ഞ മനസ്സിലായി. അപ്പൊ അവിടെ വേറെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോ KSRTC ബസ്സിൽ ഇങ്ങനെ തിരക്കില്ല. KSRTC ബസ് എന്നല്ല, അല്ലാണ്ട് ഈ കുത്തി ഈ തൊട്ടും പിടിച്ച് നിൽക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വേറെ വരും. അതായത് തൊട്ടും പിടിച്ചെന്ന് പറഞ്ഞാൽ വേറെ കേസ് വരും, ഈ പീഡനം തുടങ്ങിയുള്ള കേസുകൾ വരും. പറഞ്ഞ മനസ്സിലായി. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാര് പരമാവധി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിവൃത്തിയില്ലാത്തവർ, അതായത് കാറിനോ ബൈക്കിനോ പോകാൻ പെട്രോൾ അടിക്കാനുള്ള പൈസ ഇല്ലാത്തവർ, അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തവർ, വേറെ ഓപ്ഷൻ ഇല്ലാത്തവര് ശ്രദ്ധിച്ച് KSRTC പോകാം. അല്ല അതിന് പരമാവധി ഈ പ്രിയദർശിനി ബസ് ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഒന്നാമത് നിങ്ങൾ അതിൽ കുത്തി തരുന്ന നിന്ന് നിങ്ങളുടെ എന്താ പറയാ പൈസ കൊടുത്ത് നിങ്ങൾ നിന്ന് പോകണം, ഈ പൈസ കൊടുക്കാണ്ട് പോകണം, സ്ത്രീകൾ ഇരിക്കുന്നത് കാണും വേണം. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അറിയാണ്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എനിക്ക് KSRTC മറ്റേ CCTV ക്യാമറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ശ്രദ്ധിച്ച് കാര്യം ചെയ്യാം. പരമാവധി വല്ല മൈലേജ് ഉള്ള ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അധികം ദൂരം ഇല്ലെങ്കിൽ കുറച്ച് നടന്ന് പോവുക. ഇപ്പൊ 1-2 കിലോമീറ്റർ ആണെങ്കിൽ നടക്കുക, അതിന് ബസ് കയറാൻ നിൽക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ല. അങ്ങനെ കയറാനുണ്ടാവില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ UDF സർക്കാരിന്റെ മാധു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതായത് നാട്യം മതിയാക്കുക. അതായത് ജനങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് ജയിച്ചു, അധികാരം കിട്ടി, ഇനിയെങ്കിലും നാട്യം മതിയാക്കുമെന്നാണ് മാധു പറയുന്നത്. അത് 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതായത് VD സതീശൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പ്രളയത്തിന് സമയത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും മറ്റേ സതീശനൊക്കെ ഉണ്ട്, അയ്യോ ഭക്ഷണം കഴിച്ചു പോയി, എന്താ അഭിനയ സാർ ഇത്, ഇതൊക്കെയാണോ? പിണറായിയുടെ സമയത്താണെങ്കിൽ പിണറായിക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്വന്തം നില കളഞ്ഞ് ഇങ്ങനെ കുടിഞ്ഞു നിൽക്കാനൊന്നും പിണറായിക്ക് പറ്റുന്ന എനിക്ക് തോന്നണല്ലേ. അപ്പോ പിണറായി ഇപ്പൊ എന്തൊക്കെയായിരിക്കും ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പൊ CP ജോണിന് പകരം നമ്മുടെ ഗണേഷ് കുമാറോ അല്ലെങ്കിൽ പിണറായിയുടെ വല്ല മന്ത്രിയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക എന്തുണ്ടാവുന്ന ഇവിടെ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അത് ചിന്തിക്കുക. പക്ഷെ ഈ പ്രാവശ്യം ഈ ഒരു ഇഷ്യൂ വന്നപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള വിഷയം ആയതുകൊണ്ട് ഏഷ്യാനെറ്റ് ഒഴികെ ഏഷ്യാനെറ്റ് ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും, ഈ പറഞ്ഞ മാതൃഭൂമി, മനോരമ, അല്ലെങ്കിൽ റിപ്പോർട്ടർ OBSല് CPM അനുകൂല ചാനലാണ്. അപ്പൊ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ന്യായീകരിക്കാണ്ട് ഒരുപാട് അന്തം കൊങ്ങികളുണ്ട്. അത് പിന്നെ പറഞ്ഞില്ല, അവർ ക്യാപ്സ്യൂൾ, പിന്നെ അവരുടെ പുതിയ ഇതിന്റെ ക്യാപ്സ്യൂൾ തന്നെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ വല്ല ക്യാപ്സ്യൂളുകൾ ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസ് കമന്റിൽ രേഖപ്പെടുത്താം. എനിക്ക് കമന്റ് വായിക്കാൻ ഇഷ്ടമായി, ക്യാപ്സ്യൂളുകൾ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോ അതൊക്കെ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരെ.